സുഹൃത്തുക്കളെ, ഞാൻ ചാക്കോട്ടി അന്തിക്കാട്. ഞാനിവിടെ ഏർലി മോർണിംഗ് ഒരു 7:30 വന്നിട്ടാണ് ഈ ഫോക്ക് കവർ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യമായിട്ട് ടൗണിലേക്ക് ഏർലി മോർണിംഗിൽ വരേണ്ടി വന്നു. തീർച്ചയായിട്ടും നാടകം എന്ന് പറയുന്നത് ജനങ്ങൾ ഏറ്റെടുക്കുന്നിടത്തോളം കാലം അത് അതിജീവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത് സമരായുധമാണ്. ജനങ്ങൾക്ക് അവരുടെ അമർഷം രേഖപ്പെടുത്താനും വിയോജിപ്പ് രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യാനും ഒരു മീഡിയ ലോകത്തിലുണ്ട്. അത് നാടകം തന്നെയാണ്. തിയേറ്റർ പെർഫോമൻസിൽ പലതും അങ്ങനെ തന്നെയാണ്. സ്കിറ്റ്, മൈമ്, മോണാക്റ്റ് ഒക്കെ വിമർശനായുധങ്ങളാണ്. ഭരണകൂടം പേടിക്കുന്ന ആയുധങ്ങളാണ്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ വക്താക്കളായിട്ടുള്ള മാധ്യമങ്ങളിൽ ചിലവർ, ഈ കുത്തക മാധ്യമങ്ങളാണ് ഇത് നാടകം മരിച്ചു അല്ലെങ്കിൽ നാടകം അത് പിന്നെ അതിജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സത്യത്തിൽ ലോക ജനത ഒന്ന് ആലോചിച്ച് നോക്കും. നാടകമില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാപ്പരായിട്ടുള്ള ചെതല് പിടിച്ച ജീവിതമാണ്. വെള്ളയടിച്ച കുഴിമാടങ്ങൾ പോലെ ഇങ്ങനെ ജീവിച്ചു തീർക്കാന്നുള്ളത്. ഒരു പഞ്ചായത്തിൽ നാടകമില്ലാത്ത പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ചിന്തിക്കാൻ പറ്റില്ല. കേരളത്തിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ 927 മറ്റ് പഞ്ചായത്തുകളിൽ ഓരോ നാടക സംഘങ്ങൾ ഉണർന്നിരിക്കുക. അവരാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. ചെറുതും വലുതുമായിട്ടുള്ള നാടകങ്ങൾ, കുട്ടികളുടെ നാടകങ്ങൾ, സ്ത്രീകളുടെ, കുടുംബശ്രീകളുടെ, അങ്ങനെ വീട്ടുമുറ്റ നാടകങ്ങൾ, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ സജീവമാകാം. വരുന്ന മാർച്ച് 27 ലോക നാടക ദിനമാണ്. എല്ലാ പഞ്ചായത്തിലും നാടകം കളിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ അതിന് മറുപടിയുള്ളൂ. അപ്പോൾ ഒരു നാടകം സംവാദത്തിൻ്റെ മാധ്യമമാണ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ്. അപ്പോൾ അതിനുവേണ്ടി വട്ടം കൂടി ഇരിക്കുക, കൂട്ടുകൂടി ഇരിക്കുക, ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമാണ്. നാടകം സംഭവിച്ചില്ലെങ്കിൽ തന്നെ കുറച്ച് നാടക ചർച്ച തന്നെ ഡെയിലി നടത്തുക എന്നുള്ളത്. നമ്മൾ ഈ പരദൂഷണമൊക്കെ പറഞ്ഞിങ്ങനെ വല്ലവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വെറുതെ ആവശ്യമില്ലാത്ത കളർഫുള്ളായിട്ടുള്ള ഈ മറ്റ് ഭയങ്കര ആഡംബര ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നേരങ്ങളതിനേക്കാളും എത്രയോ ഭേദമാണ് മികച്ച സിനിമ, മികച്ച നാടകം, മികച്ച കവിതകൾ, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഡെയിലി റൂട്ടീനിലേക്ക് അത് വരിക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്ഫോക്ക് ഉണ്ടാക്കുന്നൊരു പ്രചോദനം ആ രീതിയിൽ തന്നെയാണ്. ഇറ്റ്ഫോക്കിൻ്റെ ടോട്ടൽ ആംബിയൻസിലേക്കാണ് നമ്മളിനി കിടക്കുന്നത്. ഇറ്റ്ഫോക്ക് എല്ലാ വർഷവും അത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യം ഒരേ ഒരു സ്ഥലമാണ് ഈ 15 വർഷമായിട്ട് അന്തർദേശീയ നാടകോത്സവം നടത്തുന്ന സ്ഥലം എന്നുള്ളതാണ്. അത് കേരളമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന സാക്ഷരതാ മണ്ണ്, പുരോഗമന സ്വഭാവമുള്ള മണ്ണ്. ഇപ്പോൾ 2 ടേമായിട്ട് LDF ഭരിക്കുന്ന സ്ഥലത്ത് ഇത് തുടക്കം കുറിച്ച് തന്നെ ഭരത് മുരളി എന്ന് പറയുന്ന മികച്ച നടൻ, നാഷണൽ അവാർഡ് കിട്ടിയ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2008 തുടങ്ങിയതാണ്. നിർത്താൻ പാടില്ല. കൊറോണയുടെ ഒരു പീരീഡ് അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ പീരീഡ് അങ്ങനെയുള്ള ചെറിയ ഗ്യാപ്പുകളെ വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇത് 15ാമത് എഡീഷനാണ്. അപ്പോൾ നമുക്കത് ഏറ്റവും പൂർവാധീന ശക്തിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ നാടകം ഇതിൻ്റേതായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ തിയേറ്ററിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതം പറയുന്ന, നമ്മുടെ ഇന്നത്തെ വർഗീയ ഫാസിസം പറയുന്ന, അന്ധവിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന, വർഗീയ ഫാസിസത്തിനെതിരെ സംസാരിക്കുന്ന നാടകങ്ങൾ ആയിരക്കണക്കിനാണ് ഉണ്ടാവേണ്ടത്. ശാസ്ത്രബോധം വളർത്തുന്ന നാടകങ്ങളാണ്. അത്തരം നാടകങ്ങളെ കൊണ്ടാണ് നമുക്കൊരു പുതിയ തലമുറേനെ, ഇപ്പോൾ IT യിലൊക്കെ നിൽക്കുന്ന തലമുറയാണ്. വീടുകളുടെ അകത്തൊക്കെ യാഥാസ്ഥിതി ഉണ്ടെങ്കിലും പുതിയ തലമുറ IT യിൽ നിൽക്കുന്നവരാണ്. IT ആയിട്ട് ബന്ധപ്പെട്ട് അവർ അതിൻ്റെ ഒരു കോസ്മിക് എന്താണെന്നും ഇൻ്റർനാഷണൽ ലെവലിൽ എന്താണെന്നും ഗ്ലോബലൈസേഷൻ എന്താണെന്നും ലോക നിലവാരത്തിലുള്ള ജീവിതം എന്താണെന്നൊക്കെ അറിയുന്നവരാണ്. അവരെയൊന്നും പിടിച്ച് പഴയ കാലത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും വർഗീയ ഫാസിസ്റ്റുകൾ ഏറ്റവും പേടിക്കുന്നത് ഇതെല്ലാം ചർച്ച ചെയ്യുന്ന മാധ്യമം നാടകമാണെങ്കിൽ ആ നാടകം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ അടിമകൾ ഉണ്ടാക്കൽ മാത്രമാണ്. അനുവദിച്ചുകൂടാ, നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നാണ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി ഇറ്റ്ഫോക്കിൻ്റെ കാര്യത്തിലേക്കാണ്. സുഹൃത്തുക്കളെ, ഞാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫ്രണ്ട് ഗേറ്റിന് മുന്നിലാണ് നിൽക്കുന്നത്. കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്, പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ എന്ന പേരിലാണ് 15ാമത് എഡീഷൻ ഇറ്റ്ഫോക്ക് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെയാണ്. ഇവിടെ രാവിലെ 7:30 നേരമാണ്. ഇവിടെ 9 മണിക്കുള്ള നാടകം, 9:30യുടെ നാടകം കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ അവിടെ ക്യൂവിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നോക്കാം, നമുക്ക് അകത്ത് കയറി നോക്കാം. ഇതാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പരിസരം. ഇത് പാലസ് റോഡാണ്. ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാ കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ഇറ്റ്ഫോക്ക്. ഈ ക്യാമ്പസ്, ഈ കോമ്പൗണ്ട് ഇപ്പോൾ 7:30 നേരത്ത് ഇങ്ങനെയാണെങ്കിൽ ഇതല്ല എൻ്റെ അവസ്ഥ. ഇത് നിറഞ്ഞു കവിയും. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ചാർട്ടാണ് ഇന്നലെ മുതൽ ആരംഭിച്ചു. ഡോക്ടർ ആർ ബിന്ദു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നാസർ മുഖ്യാതിഥിയായി, പ്രശസ്ത നടൻ. അപ്പോൾ ഇതിൻ്റെ ബോർഡാണ്.
ഹോർഡിങ്ങിൽ മൊത്തം പ്ലേകളുടെ ചാർട്ടുണ്ട്. ഓരോ ദിവസം കളിക്കുന്ന പ്ലേകളുടെ ചാർട്ട്, സംഗീത പരിപാടികളുടെ ചാർട്ട്, ഇങ്ങനെയാണ് പോകുന്നത്. അതിവിടെ വീണ്ടും കാണാം. ഇത് ഒരു ഓപ്പൺ സ്പേസാണ്. ഇതൊരു ഓപ്പൺ സ്പേസാണ്. സെൽഫി എടുക്കാം. കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. ഈ സ്ഥലം നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അവിടെ ഫുഡ് കോർട്ടുണ്ട്, കഫേ, കുടുംബശ്രീയുടെ പക്ഷിമേള, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ ഉണ്ട്. കഫേ അക്കാഡമിയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ. എന്താ ഇറ്റ്ഫോക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ മുതൽ ഫെബ്രുവരി 23 ആരംഭിച്ചു. ബുക്ക് സ്റ്റാള് അവിടെ അവരെങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്, നേരത്തെ തന്നെ കാത്തിരിക്കുന്നത്. അപ്പോൾ വാച്ച്മാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആംബിയൻസ് ഇങ്ങനെയാണ്. ഇതിലിങ്ങനെ വന്നുകൊണ്ട് ഇതേ ഞാനിപ്പോൾ ടിക്കറ്റിൻ്റെ അവിടേക്കാണ് പോകുന്നത്. നോക്കാം. നമ്മുടെ KT മുഹമ്മദ് സ്മാരക തിയേറ്ററാണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഈ ക്യൂ കുറച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. 5-10 പേര് ഇപ്പോൾ തന്നെ 7:30 തന്നെ അവിടെ റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്ഫോക്ക് കൂടുതൽ സജീവമാകുന്നത്, ഈ ക്യാമ്പസ് നിറഞ്ഞു കവിയുന്നതൊക്കെ വരും ദിവസങ്ങളിൽ കാണാം. ഇന്നലെ തന്നെ ഇവിടെ ഹൗസ്ഫുള്ളായിരുന്നു. ഇന്നലെ ഹൈവ തന്നെയാണ് കളിച്ചത് വൈകിട്ട്. ഇന്ന് വീണ്ടും ഉണ്ട്. പറയൂ, ഇറ്റ്ഫോക്കിനെ കുറിച്ച് 2 വാക്ക് പറയൂ. പേര് പറയൂ. You speak in your language. Okay. Hi, this is Raja and then I'm from Madanapalli. Just here for Itfok. This is the second time. Okay. Thank you. Smile. You saw the play, yesterday's play? No, not yet, sir. You came today? Yes. You just came this morning. My son. came with You came with him? Yeah. Okay. Your name, please? Kushal. What about the theatre performance in India or in your country? Let's sir. Yeah, in Andhra. Andhra. In Andhra What state. about your Andhra theatre Actually, performance? there are very less actually, like performances that happens in Andhra. Whereas like we have to either travel to Bangalore or Chennai or to Kerala. I really love theatre, and then like we came all the way from like 600 kilometers just to Okay. watch these shows. Yes. So you will be here up to March 2nd? Saturday, yes, Right. till Saturday. Okay, March you 1st. enjoy the play? Yes. Then you're waiting for the 9:30 performance? Yes. 9:30 a.m. Okay. What about you? ഷോ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, നിങ്ങൾ ഇന്ന് മുതൽ വന്നേ ഉള്ളൂ. ഇത് പേരെന്താ? ഭാവി. എവിടെ സ്ഥലം? മലപ്പുറം. ഇന്നലെ വന്നില്ല. ഇന്നലെയാണ് ഉദ്ഘാടനം. നല്ല നാസർ നടനൊക്കെ ആയിരുന്നു മുഖ്യാതിഥി. ഇന്ന് രാവിലെ മുതൽ നാടകങ്ങൾ കാണുന്നു. ഓക്കെ. ഇവിടെ ഇപ്പോൾ 9:30 പ്ലേ ഉണ്ട്. ഓക്കെ. ഞാനുണ്ട് ഇവിടെ. പരിപാടികളുണ്ട്, കാണുക. എല്ലാ പ്ലേകളും കാണും. ചാക്കോടി അന്തിക്കാട്. ഞാനിവിടെ തിയേറ്റർ ആക്ടിവിസ്റ്റാണ്. ഇതിന് മൊത്തം ഇങ്ങനെ ലൈവ് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. യു എൻജോയ് ദ പ്ലേ, എൻജോയ് ദിസ് ടോക്ക്. 15th edition, Cultures of Resistance. That's our motto. Okay. What? That it is from Academy's artists. They designed it. I don't know the name. സുഹൃത്തുക്കളെ, ആന്ധ്രയിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെയുള്ളവരാണ്. ഇനി ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു 8:30 കൂടുതൽ ലൈവായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനിയും കാണാം. ഫുഡ് കോർട്ട്, തിയേറ്റർ പെർഫോമൻസ്, അഭിപ്രായങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ എത്തും. കഴിഞ്ഞ ഇറ്റ്ഫോക്കിനും നമ്മൾ കാര്യമായിട്ട് ഇതിൻ്റെ ലൈവ് കൊടുത്തിരുന്നു. ഇതിപ്പോൾ ഇന്ന് ഞാൻ ടൗണിൽ വന്നപ്പോൾ രാവിലെ ഒരു അത്യാവശ്യത്തിന് വന്നപ്പോൾ ഒന്ന് കയറിയതാണ്. നാളെ മുതലും ഒക്കെ വീണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ബായ്. കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്.